എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു കൂട്ടാനാണ്. അസ്ത്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോരുത്തരും ഉണ്ടാക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അതെല്ലാം ഓരോരോ രീതി, അവരവരുടെ രീതിക്കാണ് ഉണ്ടാക്കുക. ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് പറയാം. അതേപോലെ അസ്ത്രം എന്ന് പറയണത് എപ്പോഴും കഞ്ഞിക്കാണ് ചേരുക. അങ്ങനെ ചോറിന് കൂട്ടാനായിട്ട് അങ്ങനെ കൂട്ടിയതായിട്ട് എനിക്കറിവില്ല. കഞ്ഞിയും അസ്ത്രവും പപ്പടം ചുട്ടതും കടുമാങ്ങയും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കധികം താമസിക്കേണ്ട. അസ്ത്രത്തിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്നാവുന്ന ഒരു കൂട്ടാനാണ്. ഒരു പണിയില്ല സത്യം പറഞ്ഞാൽ. എല്ലാം വേവുന്ന കഷ്ണമാണ്. തേങ്ങ അരയ്ക്കണ്ട, എല്ലാം വേഗമാവും. അപ്പം നമുക്ക് നോക്കിയാലോ. അസ്ത്രം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാച്ചിലും ചേമ്പുമാണ്. ഇതാണ് കാച്ചിൽ. കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിച്ചോളൂ, വേഗം വേവുന്നല്ലേ. ചേമ്പ് ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കിലോ കാച്ചിലാണെങ്കിൽ ഒരു 1/4 കിലോ ചേമ്പ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയണത്. പിന്നെ വേണ്ടത് പച്ചമുളക്, മോര് നല്ല പുളിയുള്ള മോര് തന്നെ എടുത്തോളൂ. ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. ശരിക്കും ഇതിന് ഇത്തിരി പുളിയുള്ള കൂട്ടാനാണ്, അപ്പം പാകത്തിന് ഒഴിക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച്. മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പാകത്തിന് ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ. ഇതിൽ വറവൊന്നും ഇടുന്നില്ല, പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഇടണത്. അപ്പോൾ നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇവിടെ ഞാൻ കഷ്ണം വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അതിലും നമ്മൾ എടുത്തു വെച്ച 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ കീറിയിട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം വേണ്ട. ഇത് ഇത്തിരി കട്ടിയായിട്ടുള്ള കൂട്ടാനാണേ. പാകത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. കഷ്ണം വേവാനുള്ള ഉപ്പാണ് ഇട്ടത്, പിന്നെ നോക്കിയിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പച്ചമുളകും കീറിയിട്ട് കഷ്ണം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവട്ടെ. പെട്ടെന്ന് വേവും കേട്ടോ. ഈ കാച്ചിലും ചേമ്പെല്ലാം തിളയ്ക്കുമ്പോഴേ വേവുന്ന കഷ്ണങ്ങളാണ്. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് സമയമായില്ലേ നമ്മൾ വേവിക്കണു അടച്ച് വെച്ചിട്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോഴേക്ക് ഇങ്ങനെ ഉടയുന്നുണ്ട്. ഇത്രേ ആവണ്ടു, ഒരുപാടങ്ങ് ഉടഞ്ഞ് പോണ്ട. ഇപ്പോൾ നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തന്നെ ഒഴിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഉരുളിയാണല്ലോ, അതിലിരുന്ന് പതയും. ഇത് പതയാനേ പാടുള്ളൂ, തിളയ്ക്കരുത്. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം. ഇനി അത്യാവശ്യം പുളി വേണം. ഇനി ഇതിനകത്തിരുന്ന് കുറുകും. നമുക്കിപ്പോൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഇടണം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതേപോലെ പച്ച വെളിച്ചെണ്ണ. ഇതിരുന്ന് കുറച്ച് നല്ല കട്ടിയിലാണ് ആവുക. ഇപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആയത് നിങ്ങൾ നോക്കണ്ട. ഇതിരിക്കുമ്പോൾ നല്ല കൊഴുത്ത് കട്ടിയാവും. കഞ്ഞിക്ക് കൂട്ടേണ്ട പാകത്തിനാവും. ശരിക്കും അങ്ങനെയാണ് അസ്ത്രം ഇരിക്കേണ്ടത്. കണ്ടോ, ഇപ്പം തന്നെ കൊഴുത്ത് വരുന്നുണ്ട്. ഇനിയും കട്ടിയാവും. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാൻ പാകമാകുമ്പോഴേക്കും നല്ല കട്ടിയാവും.
നല്ല പുളിയും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവം. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നായി. ശരിക്കും നമ്മൾക്ക് ഒരു 12:30 ആകുമ്പോൾ തുടങ്ങിയാൽ മതി. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ കിഴങ്ങ് ഇതുകൊണ്ടാണ് ഉണ്ടാക്കാറ്. സാധാരണ നമ്മളൊക്കെ എടുക്കുന്നത് കാച്ചിലും ചേമ്പും കൊണ്ടാണ്. പിന്നെ ചേമ്പ് മാത്രമായിട്ടും ചെയ്യാം. ഇനി അഥവാ ചേനയാണോ ഉള്ളത്, ചേനയും ചേമ്പും വെച്ചും ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് കാച്ചിലും ചേമ്പും കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവം. പെട്ടെന്നായി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എപ്പോഴും ഒരുപോലെ അല്ലാതെ ഒരു മാറ്റം നല്ലതാണല്ലോ. ഇതാകുമ്പോൾ പ്രത്യേകിച്ചൊരു പണിയില്ല. അപ്പോൾ എന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.